അപ്പോൾ ഇവനെ ഭ്രാന്താശുപത്രിയിലാക്കാൻ വേണ്ടി ഞങ്ങൾ പോയ സമയത്ത് ഭ്രാന്താശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ചില നല്ല മൂത്ത ഭ്രാന്തുള്ള ഓരോ സെല്ലിലുണ്ടാവും, അല്ലാത്ത വാർഡിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ സെല്ലുള്ള ഒരാളെ കണ്ടപ്പോൾ വെറുതെ നമ്മുടെ ആളെ കണ്ടാൽ ചിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ പുള്ളി ഹലോ മിസ്റ്റർ എന്താ ചേട്ടാ എന്താ ചിരിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല വെറുതെ ചിരിച്ചു എന്നേ ഉള്ളൂ പറഞ്ഞു. എനിക്കും തുടക്കം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. അപ്പോൾ നമ്മുടെ മുതിർന്നവർക്കൊക്കെ ഇഷ്ടം ഇന്ത്യൻ കോഫി ഹൗസ്, ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഞങ്ങൾ മെനു കാത്തിരിക്കും, ചേട്ടാ മെനു ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളൊരു വല്യമ്മച്ചി എന്തിനാ മെനു ഒക്കെ മേടിക്കുന്നത്, പുള്ളിയുടെ ഷർട്ട് കണ്ടാൽ അറിയാം അത് വെള്ളയല്ലേ ഇടുള്ളൂ, എന്തൊക്കെ കറി ഉണ്ടെന്ന് വെച്ചാൽ ഒരു ചിക്കൻ കറിയും 2 പൊറാട്ട എടുത്തു, പിന്നെ മീൻ കറി ഉണ്ടല്ലോ അതും കൂടെ എടുത്തേക്ക്. അപ്പോൾ പുള്ളി പറയുകയാണേ അല്ല ഗ്രീൻ പീസും കൂടെ ഉണ്ടെന്ന് പുള്ളിയുടെ പുറത്ത്. ഇപ്പോൾ ഈ കൊറോണ കാലമായതുകൊണ്ട് എല്ലാവരും ബിസിനസ് രംഗത്തേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പലരും ലോണിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഫിഷ് വളർത്തൽ ഇപ്പോൾ ധർമ്മചേട്ടൻ വരെ ഫിഷിൻ്റെ പരിപാടിയിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ അവിടെ ഫിഷ് മീൻ വളർത്താൻ വേണ്ടി ലോണൊക്കെ എടുക്കാൻ വന്നു. അപ്പോൾ ഈ ലോൺ എടുക്കാൻ സാങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു 100 കാരണങ്ങൾ പറയും. ആദ്യം കുളം ഉണ്ടാക്കി പറഞ്ഞു, ഇല വീഴും മരങ്ങളൊക്കെ മാറ്റണം പറഞ്ഞു, പിന്നെ പാറയെന്ന് പറഞ്ഞു. അവസാനം ഇവർ തുറസായ സ്ഥലത്തൊരു കുളം ഉണ്ടാക്കി. ഇത് ബാങ്കിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു ഏതൊന്നും ശരിയാവില്ല, ഇത് ഭയങ്കര വെയിലാണല്ലോ, വെള്ളമൊക്കെ ചൂടാവില്ല, നിങ്ങൾ എന്ത് മീനാണ് ഈ ചൂടുള്ള വെള്ളത്തിൽ വളർത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ലോൺ കിട്ടില്ലെന്ന്. അവസാനം പുള്ളിയുടെ ഭാര്യ പറയാം സാറേ ഞങ്ങൾ ഉണക്കമീൻ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ഇനി എന്തായാലും ലോൺ കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. പിന്നെ മീൻകാരൻ, ഇപ്പം നമുക്കറിയാം മീൻകാരൻ്റെ ഇന്നത്തെ വില 400-500 പക്ഷെ നമ്മുടെ വീട്ടിലുള്ള പലർക്കും അമ്മയ്ക്ക് അച്ഛനൊന്നും അറിയില്ല ഇത്രയും വില കൂടിയ കാര്യം. അപ്പോൾ അങ്ങനെ മീൻകാരൻ വന്നിട്ട് അങ്ങനെ മീൻകാരനൊക്കെ വന്നിങ്ങനെ മീൻ വെക്കുന്ന സമയത്ത് അമ്മ ചോദിച്ചു മനോ എന്താ വില മീൻ വെച്ചപ്പോൾ ചേച്ചി അയില ഒരെണ്ണം 40 രൂപ. ഒരെണ്ണം 40 രൂപ എന്താ ഈ കേൾക്കണത്, 10 രൂപയ്ക്കൊക്കെ കിട്ടിയായിരുന്നാളെ 2 കിലോ. ചേച്ചി ഡീസലിനെ വില കൂടിയതൊക്കെ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറയണേ പിന്നെ അയില ഡീസൽ അടിച്ചിട്ടാണല്ലോ കടലിൽ ഓടണേന്ന്. അതുപോലെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ പാട്ട് പാടുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റേജിൽ നിന്നിട്ട് കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു ഈ പാട്ട് ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ഒരു പയ്യനെ പഠിപ്പിച്ചിട്ട്. അപ്പം തുടങ്ങി കാറ്റടിച്ചു എന്നിട്ട് പഠിപ്പിച്ച ആളെ നോക്കും. അപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചർ ഇതേ ഡയാനെ പോലെ പാടാൻ അതേ സിദ്ദിഖ് സാറൊക്കെ ഉണ്ട് വേഗം പാട് എന്ന് പറയും. അപ്പോൾ വീണ്ടും എന്നിട്ട് കാറ്റടിച്ചു എടാ പാടാനോ പറഞ്ഞ് ഇവൻ പിന്നെയും ടീച്ചറെ നോക്കും, പിന്നെയും കാറ്റടിച്ചു പേടിയായിട്ടാണ്. അപ്പോൾ അവസാനം ടീച്ചർ പറയണേ മതി നീ കാറ്റടിച്ച് ഇങ്ങോട്ട് പോരെ.